നടന്ന സമയത്ത് മനുഷ്യരുടെ അനുഗ്രഹവും ശാപവും ഏൽക്കുന്ന ഒരു കാലമായിരുന്നു. അമ്രോഹിപൂർ എന്ന പേരുള്ള ഗ്രാമത്തിൽ കൗശല്യ എന്ന പേരുള്ള പുരോഹിതൻ അവരുടെ മകനും മരുമകളോടൊപ്പം താമസിക്കുന്നുണ്ട്. കൗശല്യയുടെ മരുമകൾ പാർവതി 2 പെൺകുട്ടികളെ ജന്മം കൊടുത്തിട്ടുണ്ട്. കൗശല്യ മരുമകളുടെ ജാതകം തിരുമേനിയെ കൊണ്ട് കാണിച്ചിട്ടുമുണ്ട്. തിരുമേനി പറഞ്ഞത് പാർവതി കുറഞ്ഞതും 5 പെൺകുട്ടികളെ ജന്മം നൽകുമെന്നാണ്. കൗശല്യയും മകൻ ആദിത്യനും ആൺകുട്ടിയാണ് വേണ്ടത്. പാർവതിക്ക് ഉണ്ടാകാൻ പോകുന്നത് പെൺകുട്ടികൾ മാത്രമാണെന്ന് അവരറിഞ്ഞപ്പോ 2 പേരും പാർവതിയെ നോക്കത്തുപോലുമില്ലായിരുന്നു. പാവം പാർവതി ഒരടിമയെ പോലെ അമ്മായിയമ്മയും ഭർത്താവിനെ നന്നായിട്ട് നോക്കുമായിരുന്നു. ആഹാരം ഉണ്ടാക്കും, കാല് തിരുമ്മി കൊടുക്കും. പാർവതിയുടെ അമ്മായിയമ്മയും ഭർത്താവുമാണെങ്കിൽ അവളെ സ്നേഹത്തോടെ നോക്കത്തുപോലുമില്ല. പാർവതിയുടെ ഭർത്താവ് ആഹാരം കഴിക്കുന്നു. പാർവതി ഭർത്താവിന് വീശി കൊടുക്കുന്നുണ്ട്. ഞാൻ 3ാമത്തെ കുഞ്ഞിനെ ജന്മം നൽകാൻ പോന്നേ. എന്നെ കൊണ്ട് വീട്ടിലെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അമ്മയോട് പറയൂ, അവരൊന്ന് ആഹാരം ഉണ്ടാക്കട്ടെ. ഇത്തവണയും നിനക്ക് പെൺകുഞ്ഞാണ് ഉണ്ടാകാൻ പോകുന്നേ. അതുകൊണ്ട് തന്നെ നീ റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയ്ക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. നീ എന്നും ജോലി ചെയ്യുന്ന പോലെ അങ്ങനെ തന്നെ അങ്ങ് തുടർന്നോളൂ. ഗർഭിണിയായ പാർവതിയുടെ പ്രശ്നങ്ങൾ ദിവസം തോറും കൂടി. കഴിക്കാൻ നല്ല ഭക്ഷണവും വിശ്രമവും ഇല്ലാത്തതുകൊണ്ട് ഒരു ദിവസം നടന്നു പോകുമ്പോ പാർവതി വഴിയിൽ മയങ്ങി വീണു. എന്തെങ്കിലും പണി ചെയ്യാൻ അവള് താഴെ ഇരിക്കുമ്പം ഉറക്കം വരും. ഒരു രാത്രിയില് പാർവതിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടായി. പാർവതിയുടെ അമ്മായിയമ്മയും ഭർത്താവും നല്ല ഉറക്കം. അമ്മേ അമ്മേ അമ്മയൊന്ന് എണീറ്റ്, എനിക്ക് ഭയങ്കര വയറുവേദന. ഡെലിവറിക്കുള്ള സമയമായെന്നാ തോന്നുന്നത്. നീ വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത്. എത്ര പ്രാവശ്യം പ്രസവിച്ചാലും നിനക്ക് പെങ്കൊച്ചല്ലേ ഉണ്ടാകാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് കൗശല്യ പിന്നെയും കിടന്നു. പാവം പാർവതി വേദന കൊണ്ട് രാത്രി മുഴുവനും കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ പാർവതിയെ കൊണ്ട് ആശുപത്രി പോകുന്നതിന് പകരം കൗശല്യ മകനോടൊപ്പം മകന്റെ 2ാം വിവാഹം ആലോചിക്കാൻ പുറപ്പെട്ടു. എന്നിട്ട് കൗശല്യ വീട് പുറത്തുനിന്ന് പൂട്ടിട്ടു. അവരുടെ വീട്ടിൽ ആരുമില്ലാത്തതുപോലെ. വീട്ടിനകത്താണെങ്കിൽ പാർവതി വേദന കൊണ്ട് പെടയുന്നു. പാർവതി എഴുന്നേറ്റ് വാതിലിന്റെ അരികിൽ പോയി. പക്ഷെ പുറത്തുനിന്ന് പൂട്ടിട്ടതുകൊണ്ട് അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. പാർവതിക്ക് വീടിന്റെ മുകളിൽ പോകാനും കഴിയത്തില്ല. കാരണം ഈ അവസ്ഥയിൽ പടി കയറാൻ പറ്റില്ല. പാർവതി ജനലിന്റെ അടുത്തുനിന്ന് നിലവിളിച്ചു. ആർക്കെങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. ആർക്കെങ്കിലും എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. ഭാഗ്യം കൊണ്ട് പാർവതിയുടെ അമ്മ അവളെ കാണാൻ അവിടെ വീട്ടിലെത്തി. അവര് വീട്ടിലെത്തിയപ്പം വീടിന്റെ പുറത്ത് പൂട്ടിട്ടേക്കുന്നതായിരുന്നു അവര് കണ്ടത്. പാർവതിയും വീട്ടുകാരും പുറത്തു പോയെന്നാ എനിക്ക് തോന്നുന്നേ. പാർവതിയുടെ അമ്മ അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് അവര് പെട്ടെന്ന് വീടിന്റെ അകത്തുനിന്ന് ആരോ കരയുന്ന ശബ്ദം കേട്ടു. വീട്ടിനകത്ത് ആരെങ്കിലും ഉണ്ടോ? അമ്മയുടെ ശബ്ദം കേട്ടപ്പം പാർവതിക്ക് സമാധാനം തോന്നി. അതെ അമ്മേ, ഞാൻ അകത്തുണ്ട്. എന്റെ ഡെലിവറിക്കുള്ള സമയമായി. പക്ഷെ എന്റെ അമ്മായിയമ്മയും ഭർത്താവും വീടിന് പൂട്ടിട്ടിട്ട് ഇവിടുന്ന് പോയി. പാർവതിയുടെ അമ്മ പെട്ടെന്ന് ഒരു ഇഷ്ടിക എടുത്തിട്ട് വീടിന്റെ പൂട്ട് പൊളിച്ചു. എന്നിട്ട് അവര് പാർവതിയെ കൊണ്ട് ആശുപത്രിയിൽ പോയി. പാർവതി ആശുപത്രിയിൽ പ്രസവിച്ചു. അടുത്ത ദിവസം കൗശല്യയും മകനും വീട്ടിൽ തിരിച്ചു വന്നപ്പം പാർവതിയുടെ അമ്മ അവരെ കാണാൻ അവിടെ എത്തി. കൗശല്യ, ഒരു ആൺകുഞ്ഞ് വേണമെന്ന് അതിമോഹിച്ച് നീ എന്റെ മകളെ ഈ അവസ്ഥയിലാക്കി. ഞാൻ നിന്നെ ശപിക്കുന്നു. ഇനി നിന്റെ മകനായിരിക്കും ഗർഭിണിയാകുന്നത്. വേദന കൊണ്ട് എന്റെ മകൾ എന്തുമാത്രം പെടഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ നിന്റെ മകനും പെടയും. ആദിത്യനും കൗശല്യയും ഇത് കേട്ട് നല്ല ഒച്ചത്തിൽ ചിരിച്ചു. ഞാനൊരാണല്ലേ, ആണുങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ലല്ലോ. വേഗം നിങ്ങളുടെ മോളെയും കൂട്ടി ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ആദിത്യനും കൗശല്യയും ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും പാർവതി അവരുടെ ജീവിതത്തിൽ നൊഴിഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദിത്യന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 2ാം വിവാഹം കഴിക്കാം. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പം ആദിത്യന്റെ വയറിന്റെ സൈസ് കൂടി വന്നു. അമ്മേ, അമ്മ ഇത് കാണുന്നുണ്ടോ? എന്റെ വയറ് കൂടി വരുവാണല്ലോ. മോനെ, എനിക്ക് തോന്നുന്നത് നിന്റെ വയറ്റിനകത്തെന്തോ ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. നീ പോയി മരുന്ന് മേടിര്. ആദിത്യൻ മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ടും അവന്റെ വയറിന്റെ സൈസ് കൂടി വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് അവന്റെ വയറ് നന്നായിട്ട് വേദനിച്ചു. വലിയ വയറും കൊണ്ട് ആദിത്യൻ കട്ടിലേക്ക് കിടക്കുന്നു. എന്നിട്ട് വേദന കൊണ്ട് പെടയുന്നു. അമ്മേ, എനിക്ക് നല്ല വയറുവേദന എടുക്കുന്നു. എന്റെ വയറ്റിൽ എന്തോ വലിയ ഭാരം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ദയവ് ചെയ്ത് വൈദ്യരെ ഒന്ന് വിളിക്കമ്മേ. വൈദ്യൻ വീട്ടിൽ വന്നു. എന്നിട്ട് ആദിത്യന്റെ വയറ് പരിശോധിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊരു സംഭവം കാണുന്നേ. ഞാൻ പറഞ്ഞാ നീ വിശ്വസിക്കില്ല. പക്ഷേ നിന്റെ വയറ്റിനകത്ത് ഒരു കുഞ്ഞുണ്ട്.
വൈദ്യൻ പറഞ്ഞതൊന്നും ആദിത്യനും അവന്റെ അമ്മയ്ക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. നിങ്ങൾ എന്താ പറയുന്നേ? അപ്പൊ എന്റെ മകൻ പ്രസവിക്കുന്നാണോ? അതെ, പക്ഷേ സാധാരണ പ്രസവം പോലെ ആയിരിക്കില്ല. ആദിത്യയുടെ വയറ് കീറി അതിനകത്തുനിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കണം. ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇത് കാരണം ഒരുപക്ഷെ ആദിത്യയുടെ ജീവന് വരെ ആപത്തുണ്ടായേക്കാം. അപ്പോഴാണ് കൗശല്യക്കും ആദിത്യനും പാർവതിയുടെ അമ്മയുടെ ശാപത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. കൗശല്യ, മകൻ വേണമെന്നുള്ള അതിമോഹത്തിന് നീ എന്റെ മകളെ ഈ അവസ്ഥയിലാക്കി. ഞാൻ നിങ്ങളെ ശപിക്കുന്നു. നിന്റെ മകനും എന്റെ മകളെ പോലെ ഗർഭിണിയാകും. വേദന കൊണ്ട് എന്റെ മകള് പെടഞ്ഞതുപോലെ നിന്റെ മകനും വേദന കൊണ്ട് പെടയും. അമ്മേ, പാർവതിയുടെ അമ്മ ശപിച്ചിരിക്കുന്നത് സത്യമായിരിക്കുന്നു. എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണം. കൗശല്യ ഓടി പാർവതിയുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പാർവതിയുടെ അമ്മയുടെ കാലിൽ പിടിച്ചു. പാർവതിയുടെ അമ്മ എന്റെ മകനോട് ക്ഷമിക്കണം. വൈദ്യൻ പറഞ്ഞത് അവന്റെ വയറ് മുറിച്ചിട്ട് വേണം കുഞ്ഞിനെ പുറത്തെടുക്കാൻ. എന്റെ മകന്റെ ജീവൻ അപകടമാണ്. അവൻ വേദനയിൽ പെടയുന്നുണ്ട്. അവനോടൊന്ന് ക്ഷമിക്ക്. അല്ല, ഞാൻ അവളോട് ക്ഷമിക്കില്ല. എന്റെ മകൾക്കും ഒരുപാട് വേദന സഹിക്കേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ആർക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്. കൗശല്യ അവരെ മുൻപിലിരുന്ന് ഒരുപാട് കരഞ്ഞു. പാർവതിയുടെ അമ്മ എന്നോട് ക്ഷമിക്കണം. എന്റെ മകൻ ജീവനോടെ രക്ഷപ്പെടില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. അമ്മേ, ഇവരോട് ക്ഷമിക്കണം. അവര് ചെയ്ത തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പാർവതി പറഞ്ഞതുകൊണ്ട് മാത്രം പാർവതിയുടെ അമ്മ കൗശല്യയും ആദിത്യനോടും ക്ഷമിച്ചു. കൗശല്യ ഒരുപാട് സ്നേഹത്തോടെ പാർവതിയെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ആ സമയം കൊണ്ട് ആദിത്യന്റെ വയറ് മൊത്തത്തിലെ കുറഞ്ഞു. പാർവതി, നീ എന്റെ ഭാര്യയാണ്. ഇന്നു മുതൽ ഞാനും എന്റെ അമ്മയും നിന്നെ ബുദ്ധിമുട്ടിക്കില്ല. ഞങ്ങൾക്കൊട്ട് മോനും വേണ്ട. നമുക്കുണ്ടായിരിക്കുന്ന പെൺമക്കളെ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ആ ദിവസത്തിന് ശേഷം പാർവതി ഭർത്താവിന്റെ വീട്ടില് സുഖമായിട്ട് ജീവിച്ചു. ഈ കഥ റീനയുടെയാണ്. അവളുടെ അമ്മ മുൻപേ മരിച്ചുപോയി. പക്ഷേ അവളുടെ അച്ഛൻ രമേശ് എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് ഷീലയുമായിട്ട് രണ്ടാം വിവാഹം കഴിച്ചു. ഷീല ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ആയിരുന്നു. ഷീലയ്ക്ക് അവളുടെ 2 അനിയന്മാരും ഒരു അനിയത്തിയുടെയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം നോക്കൂ, എന്റെ മോള് റീനയ്ക്ക് വേണ്ടിയും സോനുമോനു വേണ്ടിയുമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. ഭക്ഷണത്തിന് ഇവിടെ യാതൊരു കുറവും ഉണ്ടാവില്ല. വീടുമുണ്ട്. പകരം എന്റെ കുട്ടികളെ നീ അമ്മയെപ്പോലെ സ്നേഹിച്ചാൽ മാത്രം മതി. 2 പേരെയും നീ നന്നായി വളർത്തണം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എനിക്കൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ അനിയന്മാരും അനിയത്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത നിങ്ങൾ തടസ്സം പറയരുത്. കാരണം എന്റെ അമ്മയും അച്ഛനും പാവങ്ങളാണ്. അതും ശരിയാണ്. പക്ഷെ എന്റെ കുട്ടികൾക്ക് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. ഇവരെ നോക്കിക്കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ നീ നിന്റെ സഹോദരങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചോളൂ. കുറച്ചു നാളിന് ശേഷം ഷീലയ്ക്ക് ഒരു ആൺകുഞ്ഞുണ്ടാവുന്നു. തുടക്കത്തിലൊക്കെ ഷീലയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസം രമേശ് ഓഫീസിൽ പോയതിനു ശേഷം ഒരിക്കലും തുറക്കാൻ പാടില്ലെന്ന് പറഞ്ഞ രമേശിന്റെ ആദ്യ ഭാര്യയുടെ അലമാര ഷീല തുറന്നു. അപ്പോഴാണ് അവിടെ മൂത്ത മകൻ സോനു എത്തുന്നത്. എന്താ ഇത്? നിങ്ങൾ എന്തിനാ എന്റെ അമ്മയുടെ ബ്യൂറോ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നെ? നിങ്ങളുടെ ബ്യൂറോ തുറക്കരുതെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? മൂത്ത മകനായ സോനുവിനോട് ഷീലയ്ക്ക് എപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. പക്ഷെ അപ്പോഴാണ് ഷീല ചിന്തിച്ചത്, ഈ സമയത്ത് ദേഷ്യത്തിലല്ല, നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാനെന്ന്. അല്ല മോനെ, ഞാനത് വെറുതെ നോക്കിയതാ. അച്ഛന്റെ കഴുകാനുള്ള തുണി എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ മഷീനിലിട്ടേക്കാമെന്ന്. അത് പിന്നെ എന്താന്ന് വെച്ചാ അച്ഛന് ദിവസവും ജോലിക്ക് പോകാനുള്ളതല്ലേ. അതുകൊണ്ട് വൃത്തിയുള്ള തുണിയിട്ടിട്ടല്ലേ പോകേണ്ടത്. പുതിയ അമ്മ പറഞ്ഞ കാര്യം ശരിയാണെന്ന് സോനുനും തോന്നി. അതുകൊണ്ട് അവൻ അവിടുന്ന് പോയി. പക്ഷെ ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത നേരം നോക്കി ഷീല ആ അലമാര തുറന്ന് മുഴുവനും പരിശോധിച്ചു. അല്ല, ഇതെന്താ ഇത്രയും വലിയൊരു പെട്ടി ഇതിനകത്ത് വെച്ചേക്കുന്നത്? അവൾ ആ പെട്ടി തുറന്നു നോക്കിയപ്പം അതിനകത്ത് മുഴുവനും സ്വർണ്ണാഭരണം ഉണ്ട്. സ്വർണ്ണാഭരണം കണ്ടപ്പം ഷീലയുടെ മനസ്സിൽ അത്യാഗ്രഹം കൂടി. എന്റെ ദൈവമേ, ഇത്രയും ആഭരണം ഉണ്ടോ? ഇതെല്ലാം ഞാൻ തന്നെ എടുക്കും. പക്ഷെ എങ്ങനെ? ഇദ്ദേഹം കണ്ട പിന്നെ അറിയുമല്ലോ മോഷണം പോയെന്ന് പറഞ്ഞാലോ? അയ്യോ വേണ്ട വേണ്ട, വെറുതെ പോലീസൊക്കെ കേറി ഇറങ്ങും. എന്താ ചെയ്യാ? ഒരു ഐഡിയ ഉണ്ട്. അടുത്ത ദിവസം രമേശ് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പുറപ്പെട്ടപ്പം ഷീല സ്വർണമെല്ലാം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തട്ടാന്റെ അടുത്ത്.
നോക്കിയേ, ഈ ആഭരണം എല്ലാം കണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ചോണം. എനിക്ക് ഇതുപോലെ ഇരിക്കുന്ന വ്യാജ ആഭരണം ഉണ്ടാക്കിക്കണം. ഇതത്ര വലിയ കാര്യമൊന്നും അല്ലെന്നേ. ഞാൻ ചെയ്തു വെച്ചേക്കാം, നാളെ വൈകുന്നേരം വന്നോളൂ. അടുത്ത ദിവസം ഷീല നല്ല ആഭരണം അവിടെ നിന്ന് എടുത്ത് വ്യാജ ആഭരണം എടുത്തു വെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഷീല, അതെ, എന്റെ അനിയത്തിയുടെ വിവാഹമാണ്. ഞാൻ കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് പോട്ടെ, കുട്ടികളെയും കൊണ്ടുപോവാണ്. കുട്ടികളെയും കൂട്ടി ഷീല അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ 10 വയസ്സുള്ള റീനെ കൊണ്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. രമേശിന്റെ ആദ്യ ഭാര്യയിലുണ്ടായത് അതുകൊണ്ട് എന്താ, ഇവരും കുട്ടികൾ തന്നെ അല്ലേ? നല്ല വീട് നോക്കിയിട്ടല്ലേ നിന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. പക്ഷെ നീയാണെങ്കിലോ, നോക്കമ്മേ, വേറൊരു സ്ത്രീയുടെ കൊച്ചിനെ നോക്കാൻ ബുദ്ധിമുട്ടല്ല, ചെയ്യാൻ പറ്റില്ലാന്ന്. അല്ലെങ്കിലും ഞാൻ ഈ വിവാഹം നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ചെയ്തുള്ളൂ. അനിയത്തി അനിയനും പറഞ്ഞ ഒരു പട്ടാളം തന്നെ എന്റെ പുറകിലില്ലേ, അവരെ നോക്കാൻ വേണ്ടിട്ടാ ചെയ്തത്. ദേ ഇരിക്കുന്ന ആഭരണം. ഷീല അവളുടെ അമ്മയ്ക്ക് ആഭരണം കൊടുത്തപ്പോഴാണ് റീന ഇതെല്ലാം അവിടെ നിന്ന് എത്തി നോക്കിയത്. പാവം പിടിച്ച റീനയുടെ കണ്ണുകൾക്ക് ആ ആഭരണം കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോഴാണ് ഷീല റീന അവിടെ നിൽക്കുന്നത് ശ്രദ്ധിച്ചത്. അമ്മേ, ഈ ആഭരണമെല്ലാം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെയാണ്. പക്ഷെ ഞാന് അതേ ഡിസൈനുള്ള വ്യാജ ആഭരണം എന്റെ അനിയത്തിക്ക് വേണ്ടി ഉണ്ടാക്കിച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലമ്മേ? ഇനി അനിയത്തിയുടെ വിവാഹം നല്ലൊരു വീട്ടിൽ നടക്കട്ടെ. വിവാഹത്തിന് ശേഷം ഷീല തിരിച്ചു വീട്ടിലെത്തുന്നു. വീട്ടിൽ വന്നിട്ട് അവള് റീനയോട് പറയുന്നു, റീന, ഞാൻ പറയുന്ന കേക്ക്, നിനക്കിപ്പോ 10 വയസ്സായി. ഈ പ്രായത്തിലെ പെമ്പിള്ളാര് വീട്ടിലെ പണിയെല്ലാം പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇന്ന് തൊട്ട് നീ സ്കൂളിൽ പോകുന്ന അങ്ങ് നിർത്തിയേര്. നാളെ തൊട്ട് വീട്ടിലെ പണിയെല്ലാം നീ വേണം ചെയ്യാൻ. ഇനി നിന്റെ അച്ഛൻ ചോദിച്ചാ നിനക്ക് പഠിക്കണം എന്നില്ലാന്നങ്ങ് പറഞ്ഞേര്, മനസ്സിലായോ? പിന്നെ അവള് മകനോട് പറഞ്ഞു, ഈ വീട്ടിലെ ചെലവൊക്കെ നോക്കാനുള്ള പ്രായമൊക്കെ നിനക്കായില്ല മോനെ. നീ നിന്റെ അനിയനെ വളർത്തണം. ആ പിന്നെ നിന്റെ അച്ഛൻ നിന്നോട് ചോദിച്ചാ പറ, നിനക്കിനി ജോലി ചെയ്താ മതിയെന്ന്. ഇനി എന്ത് വേണം? മകള് വീട്ടിലെ ജോലി മുഴുവനും ചെയ്യുമായിരുന്നു. എന്നിട്ട് മകനോ ഏതു നേരവും വീട്ടിൽ നിന്ന് പുറത്ത്. വീട്ടിലാണെങ്കിൽ ഷീലയും അവളുടെ മകന്റെ ഭരണമായിരുന്നു. എടി റീനെ, അനിയന് കുറച്ച് പാല് കൊടുത്തേ, എത്ര നേരമായിട്ട് വിശന്നിരിക്കുന്നു. ഞാൻ കൊടുത്തല്ലോ അമ്മേ. പിന്നെ ഇങ്ങനെ കിടന്നുകൊണ്ട് കരയാൻ അതിനെന്താ വട്ടുണ്ടോ? നീ എന്നോട് വെറുതെ നുണ പറയാൻ നിക്കണ്ട. എന്റെ മകൻ ആഹാരം കഴിച്ചോ ഇല്ലയോന്ന് പോലും നീ അന്വേഷിക്കാറില്ലല്ലോ. അമ്മേ, ഞങ്ങൾ എല്ലാവരും വലുതായില്ലേ, പിന്നെ എന്തിനാ അവൻ മാത്രം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കരയുന്നത്? അവനോട് ജോലി ചെയ്യാൻ പറ. സോനുവും പുറത്തുപോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ. അതേ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് പഠിത്തത്തിൽ ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നല്ലോ. കണ്ടില്ലേ, അവൻ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നു. അവൻ അധ്വാനിച്ച് പണി ഉണ്ടാക്കുന്നുണ്ടല്ലേ അവൻ സമ്പാദിക്കുന്നത്. ഇപ്പൊ അവന്റെ വിവാഹത്തെ കുറിച്ച് ആലോചിക്കണം. പക്ഷെ ഇനി അവന്റെ വിവാഹത്തിന് മുമ്പ് നിന്റെ വിവാഹത്തെ കുറിച്ച് ആലോചിക്കണം എന്നാ എനിക്ക് തോന്നുന്നത്. ഷീല റീനയുടെ വിവാഹം 4 നാത്തൂനുള്ള ഒരു വീട്ടിലായിരുന്നു ചെയ്തത്. ഈ 4 പേരും കൂടെ ചേർന്ന് റീനെ ഒരുപാട് ഉപദ്രവിക്കുന്നാണ് ഷീലയ്ക്ക് തോന്നിയത്. പക്ഷെ സംഭവിച്ചത് അതൊന്നും അല്ലായിരുന്നു. ഒരു ദിവസം ഷീല റീനെ കാണാൻ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി. അവിടെ റീനയുടെ അമ്മായിയമ്മ, അത് കൊള്ളാവല്ലോ, വരൂ, എന്തായി ഈ വഴിക്ക്? മകളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതെയോ, ശരിയായി. പക്ഷെ മകള് ഉറക്കമാണല്ലോ. കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ ഞാൻ മോളോട് പറയാം. അത് കൊള്ളാലോ, റീനെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിക്കട്ടെ. അവിടെ ആയിരുന്നെങ്കിൽ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. എതിർത്ത് പറയില്ല അവള്. അതെ അതെ, ചെയ്യാനുള്ള ജോലികളെല്ലാം എന്റെ മരുമകളെ ചെയ്തിട്ടുണ്ട്. നിങ്ങള് ഇങ്ങോട്ട് എന്തിനാ വന്നെന്ന് പറയൂ. റീനയുടെ അമ്മായിയമ്മയുടെ സംസാരം കേട്ടപ്പം ഷീലയ്ക്ക് ദേഷ്യം വന്നു. അവള് അവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് പോയി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഷീലയുടെ ഭർത്താവ് മരിച്ചു. നോക്ക്, നിന്റെ അച്ഛൻ ഇപ്പൊ ജീവനോടില്ല. നിന്റെ വിവാഹം കഴിഞ്ഞതാണ്. ഇനി നീ മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. അല്ലെങ്കിലും ഈ വീട് മുഴുവനും ഇപ്പൊ എന്റെ പേരിൽ തന്നെയാണല്ലോ ഉള്ളത്. മകൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഷീല സുഖമായിട്ട് സ്വന്തം മകനും മരുമകളോടൊപ്പം ജീവിതം ജീവിക്കുന്നുണ്ട്. ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ കുട്ടികളൊന്നും അവരെ കാണാൻ പോകാറില്ല. പക്ഷെ ഒരു ദിവസം, ഏട്ടാ, അമ്മയ്ക്ക് സുഖമാണോ? എനിക്കറിയില്ല അനിയത്തി, ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഞാൻ എപ്പോഴാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോ അപ്പോൾ മുതൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുകയാണ്. 2 പേരും കൂടെ ചേർന്ന് അമ്മയെ കാണാൻ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഷീലയുടെ അവസ്ഥ കണ്ടപ്പോ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെ. അയ്യോ അമ്മേ, ഇതെന്താ പറ്റിയത്? വണ്ണമെല്ലാം പോയി എല്ലും തോലും ആയല്ലോ. ഇത് ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. മരുമകൾ മകനെ എന്റെ അടുത്തുനിന്ന് ദൂരെ മാറ്റി. പണവും ആഭരണവും എല്ലാം എടുത്തു, എന്നിട്ട് കൊണ്ടുപോയി. ഇന്ന് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആളില്ല. അങ്ങനെ ഏട്ടനും അനിയത്തിയും കൂടെ ചേർന്ന് അമ്മയെ നന്നായിട്ട് നോക്കി.
രാംഗഡിലെ പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ മിഥുന്റെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി കഴിഞ്ഞു. മിഥുന്റെ ഭാര്യ റാണി എപ്പോഴും സങ്കടത്തിലായിരുന്നു. കാരണം അവർക്ക് കുട്ടികളൊന്നുമില്ലായിരുന്നു. പിന്നൊരു ദിവസം മിഥുനും റാണിയും അവരുടെ ഗ്രാമത്തിലെ നാഗദേവതയെ അമ്പലത്തിൽ പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുട്ടിയെ തന്നോളൂ. രണ്ടുപേരും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് രണ്ടുപേരും ദൈവത്തിന് അഭിഷേകമായി പാലും നൽകി. പിന്നാണ് നാഗദേവം അവരെ അനുഗ്രഹിച്ചത്. വിവാഹത്തിന് ഇത്രയും വർഷത്തിന് ശേഷം റാണി ഗർഭിണിയായി. പക്ഷേ അവർക്കൊരു മകനുണ്ടായപ്പം ഗ്രാമത്തിലെ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അത് ഒരു പാമ്പിന്റെ കുഞ്ഞായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരും മിഥുനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എങ്ങനെങ്കിലും ആ പാമ്പിനെ അവിടുന്ന് ഒഴിവാക്കാൻ. പക്ഷെ മിഥുനും റാണിയും ആ കുഞ്ഞിനെ നാഗദൈവത്തിന് അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് അതിനെ വളർത്തി. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന് ഒരു 20 വർഷം കഴിഞ്ഞു. പക്ഷേ ഇപ്പോ റാണിക്ക് ഒരു പ്രശ്നം മുന്നിൽ കാണാൻ തുടങ്ങി. നിനക്ക് എന്താ പറ്റിയത്? അതിന് മാത്രം കുഴപ്പമൊന്നും ഇവിടെ ഇല്ലല്ലോ. അതെ, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ മകൻ വലുതായില്ലേ, അതിപ്പോ എന്ത് ചെയ്യും? അവന് വേണ്ടി എന്ത് ചെയ്യാനെന്ന് നീ തീരുമാനിച്ചിരിക്കുന്നേ? ഞാൻ അവന്റെ വിവാഹത്തിന്റെ കാര്യമായി പറഞ്ഞത്. പക്ഷെ നമ്മുടെ മോനെ കല്യാണം കഴിക്കാൻ ആര് വരാനാ? ആരെങ്കിലും ഇവിടെ തീർച്ചയായിട്ടും കാണും. ഇപ്പം മിഥുൻ മകന് വേണ്ടി ഒരു ഭാര്യയെ അന്വേഷിച്ച് വീട്ടീന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. മഹർഷി, എന്റെ മകൻ ഒരു നാഗമാണ്. നാഗദേവത അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമാ അവനുണ്ടായത്. അവന് നല്ലൊരു വധുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങേക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു നാഗത്തിനെ വിവാഹം കഴിക്കാൻ തീർച്ചയായും ഒരു നാഗകുടുംബത്തിൽ ജനിച്ച കന്യകയ്ക്കേ പറ്റൂ. ആ പെൺകുട്ടി അങ്ങ് വടക്ക് കാടിനകത്താണുള്ളത്. മിഥുൻ സമുദായം അന്വേഷിച്ച് ഇറങ്ങി അവിടുന്ന്. ദൂരെ ഒരു കാട്ടില് ഈ സമുദായം മിഥുന് കണ്ടെത്താൻ കഴിഞ്ഞു. സമുദായത്തിന്റെ പ്രമുഖനുമായി മിഥുൻ സംസാരിച്ചു. ഓ, അപ്പൊ ഇതാണല്ലേ കാര്യം. അങ്ങനെയാണെങ്കിൽ എന്റെ മോളുടെ വിവാഹം നിങ്ങളുടെ മകനുമായി നടത്താൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നിട്ട് പിന്നെ അതേ സമുദായത്തിൽ വെച്ച് മിഥുനും റാണിയുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ മകൻ നാഗേഷും നീലിമയുമായിട്ട് വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം നാഗേഷും നീലിമയും മിഥുന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. ഒരു പൗർണമി നാളിൽ നാഗേഷ് അവന്റെ സർപ്പരൂപം വിട്ടു. എന്നിട്ടവൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് മാറി. ഇത് കണ്ട് നീലിമ അന്തിച്ചുപോയി. എന്റെ ദൈവമേ, ഇപ്പൊ തന്നെ അമ്മയും അച്ഛനോടും ഞാൻ പറയാൻ പോവാ. നീലിമേ, അവരോട് ഒരു കാര്യങ്ങളും പറയണ്ട. സമയമാകുമ്പോൾ എല്ലാം ശരിയാകുന്നേ. അതിനുശേഷം നാഗേഷ് എന്നും രാത്രി ഒരു മനുഷ്യന്റെ രൂപമായിട്ട് മാറുമായിരുന്നു. അതിനുശേഷം നാഗേഷും നീലിമയും കൂടെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഒരു രാത്രി മിഥുന് ഒരുപാട് ഒച്ച കേൾക്കാൻ തുടങ്ങി. അയാൾ ജനലിൽ കൂടെ എത്തി നോക്കിയപ്പം നാഗേഷ് നാഗത്തിന്റെ രൂപം വിട്ട് ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു. അയാൾ ആശ്ചര്യപ്പെട്ടു. എന്താ ചെയ്യണ്ടേന്നൊന്നും അയാൾക്ക് ഒന്നും മനസ്സിലായില്ല. അയാൾ അയാളുടെ ഭാര്യയുടെ അടുത്ത് പോയി. റാണി, എഴുന്നേൽക്ക്, വേഗം എണീക്ക്. മിഥുൻ റാണിക്ക് അവളുടെ മകനെ കാണിച്ചു കൊടുത്തു. ഇത് വേറെ ഒരു പുരുഷനാണല്ലോ. ആ, നീ ഇപ്പോ ഇവിടെ തന്നെ നിക്ക്. മിഥുൻ ആരോടും മിണ്ടാതെ മുറിക്കകത്തു പോയി. എന്നിട്ട് അവൻ ആ പാമ്പിന്റെ തൊലി കയ്യിലെടുത്തു. എന്നിട്ടതിനെ തീ വെച്ചു. അച്ഛാ, വളരെ നന്ദിയുണ്ട്.
അച്ഛൻ എനിക്ക് മോചനം നൽകിയിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരിക്കലും നാഗത്തിന്റെ രൂപത്തിൽ മാറേണ്ട ആവശ്യമില്ല. എനിക്ക് കിട്ടിയ ശാപം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. റാണി അവളുടെ പ്രിയപ്പെട്ട മകനെ കെട്ടിപ്പിടിച്ചു. അതിനുശേഷം അവരുടെ ഈ കുടുംബം എന്നേക്കുമായി സന്തോഷമായി ജീവിച്ചു. രണ്ട് പാമ്പാട്ടികളുണ്ടായിരുന്നു. അവരുടെ പേര് കാർത്തിയ, രഘു. അവര് ദിവസം മുഴുവനും കാട്ടിൽ പാമ്പുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. രണ്ടുപേരും ഭയങ്കര ധൈര്യശാലികളാണ്. പാമ്പുകളെ പിടിച്ച് രണ്ടുപേരും അതിന്റെ വിഷമെടുക്കാറുണ്ട്. ആ വിഷത്തെ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനിക്ക് വിറ്റ് പാമ്പുകളെ തിരിച്ചു കൊണ്ടുപോയി കാട്ടിൽ വിടുകയും ചെയ്യും. ഈ വ്യാപാരം ചെയ്ത് ഇവര് രണ്ടുപേരും വളരെ സന്തോഷവാന്മാരായിരുന്നു. ഒരു ദിവസം കാത്തിയ കാടിനുള്ളിലേക്ക് പാമ്പിനെ അന്വേഷിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഒരു സ്വർണ്ണ നിറത്തിലുള്ള പാമ്പ് അവന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു. കാത്തിയ ആ പാമ്പിനെ പിന്തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നു. ഉടൻ തന്നെ കാത്തിയ ആ പാമ്പിനെ പിടിക്കുകയും ചെയ്തു. പിടികൂടിയ ആ പാമ്പിനെ കാത്തിയ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവന്റെ കയ്യിലിരിക്കുന്ന പെട്ടിയിൽ വെച്ച് അടച്ചുവെച്ചു. എന്നത്തെയും പോലെ അവൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അവൻ പോകുന്ന വഴിക്ക് അവൻ എതിർവശത്തായി ഒരു സ്വർണ്ണ നിറത്തിലുള്ള പാമ്പ് വന്നു. ആ പാമ്പ് ചുരുണ്ടുകൂടി അവന്റെ മുന്നിൽ കിടക്കാൻ തുടങ്ങി. നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടു പോകുന്നത്? പാമ്പ് സംസാരിക്കുന്നത് കേട്ട് കാത്തിയ പേടിച്ചരണ്ടുപോയി. അവൻ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്ത് നീ സംസാരിക്കുന്നു? അതെ, ഞാനൊരു മായാ സർപ്പമാണ്. ഇപ്പൊ നീ പിടിച്ചുകൊണ്ടുപോകുന്ന ആ പാമ്പ് എന്റെ മകനാണ്. മായാ സർപ്പമോ? നീ എന്തിനാണ് ചിരിക്കുന്നത്? ഒരുപക്ഷെ നീ മായാ സർപ്പമാണെങ്കിൽ ഈ കാട്ടില് നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഞാനും എന്റെ കുടുംബവും ഈ കാട്ടിലാണ് വസിക്കുന്നത്. പക്ഷേ നീ ഇപ്പോ തന്നെ മറുപടി പറയണം. എന്റെ കുഞ്ഞിനെ നീ വിട്ടുതരുന്നതിന് നിനക്ക് ഞാൻ എന്താണ് തരേണ്ടത്? നിന്നെ കൊണ്ട് എനിക്ക് എന്ത് തരാൻ സാധിക്കും? ഇത് കേട്ടയുടനെ ആ പാമ്പ് തന്റെ തലയിലുള്ള വൈരക്കല്ല് കാണിച്ചു. ഉടനെ കാർത്തിയായുടെ എതിർഭാഗത്തായി ആഭരണങ്ങളും പണവും നിറഞ്ഞ ഒരു വലിയ പാത്രം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടയുടനെ കാർത്തിയ ആശ്ചര്യഭരിതനായി. അപ്പോൾ അവൻ ആ പെട്ടി അവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് ആഭരണങ്ങളും പണവും നിറഞ്ഞ ആ പാത്രം അവനെടുത്തു. ആ മായാസർപ്പത്തിന്റെ കുഞ്ഞിനെയും അവൻ വെറുതെ വിട്ടു. അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവന്റെ കൂട്ടുകാരനായ രഘു അവനെ കണ്ടു. അപ്പോ കാത്തിയയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈരക്കല്ല് താഴേക്ക് വീണു. ഉടൻ തന്നെ രഘു കാർത്തിയായെ പിന്തുടർന്നു പോയി. കാത്തിയ വീട്ടിലേക്ക് പോയ ഉടനെ ആ നിധി നിറച്ച പാത്രം അവന്റെ ഭാര്യയെ കാണിക്കുകയുണ്ടായി. അതിനുശേഷം അവൻ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ആഭരണങ്ങളും പണവും നിറഞ്ഞ ആ പാത്രം കണ്ട് രഘു ആശ്ചര്യഭരിതനായിപ്പോയി. ഉടനെ രഘു അവനും അതുപോലൊരു നിധി കിട്ടണമെന്ന് തീരുമാനിച്ചു. അന്നു മുതൽ ദിവസേന രഘു ആ മായാ സർപ്പത്തെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം രഘു ആ സ്വർണ്ണ പാമ്പിന്റെ വാല് കാണാൻ ഇടയായി. രഘു അതിന്റെ വാലിൽ പിടിച്ച് വലിച്ച ഉടനെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ പാമ്പ് പ്രത്യക്ഷപ്പെട്ടു. അത്രയും വലിയൊരു പാമ്പിനെ കണ്ടയുടനെ രഘു പേടിച്ചരണ്ടുപോയി. രഘു അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോൾ ആ മായാസർപ്പം രഘുവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഓടി ഓടി രഘു തന്റെ വീട്ടിലെത്തിച്ചേർന്നു. വീടിനകത്ത് കയറി രഘു കഥ കടച്ചു. ദൈവമേ, ഞാനിന്ന് ചത്തുപോയേനെ. എനിക്ക് പണവും വേണ്ട, ആഭരണങ്ങളും വേണ്ട. എനിക്ക് ജീവൻ മാത്രം മതിയേ. ഈ കഥയിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ, എപ്പോഴും ഭാഗ്യമുണ്ടാകണമെന്നില്ല. അത് നമ്മൾ ഒരിക്കലും തേടിപ്പോകാൻ പാടില്ല.